ഹായ് ഹലോ, പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് വൈകുണ്ഠ ഏകാദശിയാണ്. സ്വർഗവാതിൽ ഏകാദശി, അതേപോലെ മോക്ഷദ ഏകാദശി എന്നൊക്കെ പറയും. പിതൃപ്രീതിക്ക് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ഏകാദശിയാണ് ഇന്നത്തെ സ്വർഗവാതിൽ ഏകാദശി. അതേപോലെ മോക്ഷപ്രാപ്തിക്കും ഒക്കെ ഏറ്റവും എല്ലാവരും ആചരിക്കുന്ന ഒരു വ്രതമാണ് ഇത്. എല്ലാ മാസത്തിലെ ഏകാദശി ആചരിക്കാൻ കഴിയാത്ത ആൾക്കാരും ഈ വർഷത്തിലൊരിക്കൽ വരുന്ന ഈ സ്വർഗവാതിൽ ഏകാദശി ആചരിക്കുന്നതോടുകൂടി അവരുടെ എല്ലാ മാസത്തിലും ആചരിക്കുന്ന ഏകാദശിയുടെ ഫലം കിട്ടുമെന്നാണ് പറയുന്നത്. മഹാവിഷ്ണുവിന് ഏറ്റവും പ്രീതികരമായ വ്രതമാണ് ഏകാദശി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ധനുമാസത്തിൽ വരുന്ന ശുക്ലപക്ഷ ഏകാദശിയായ ഈ സ്വർഗവാതിൽ ഏകാദശി. എല്ലാ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലും ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും ഒക്കെ വളരെ പ്രാധാന്യമാണ്. ഇന്നിപ്പം ഗുരുവായൂർ ക്ഷേത്രം, അതേപോലെ നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമൊക്കെ ക്ഷേത്രത്തിലൊക്കെ വളരെ പ്രാധാന്യത്തോടുകൂടി ഉത്സവം പോലെയാണ് ആഘോഷിക്കുന്നത് ഈ ഏകാദശി. പിന്നീട് ഉപവാസം ഇരിക്കുന്നത് പോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് ഭഗവത് കഥകളും ഭഗവത് നാമങ്ങളും, അതേപോലെ ഭഗവത്ഗീത, ഭാഗവതം, ഭഗവത് രാമായണം, അതേപോലെ എന്ത് നമുക്ക് വായിക്കാം, ഭഗവാന്റെ നാമങ്ങളും ഒക്കെ ചൊല്ലിയിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും അമ്പലങ്ങളിൽ പോയി ഇരുന്ന് നാമമൊക്കെ ചെല്ലാൻ കഴിയുന്നവരങ്ങനെ, അല്ലെങ്കിൽ അവരവരുടെ വീടുകളിൽ ഇരുന്ന് നാമമൊക്കെ ചൊല്ലി ഏകാദശി എടുക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ഗുരുവായൂരിലൊക്കെ പോയി ഗുരുവായൂരിൽ നമ്മൾ ഗുരുവായൂർ ഏകാദശി പോലെ തന്നെ വളരെ ജനത്തിരക്കുള്ള ഒരു ഏകാദശിയാണ് ഇന്നത്തെ സ്വർഗവാതിൽ ഏകാദശി. അന്ന് ഇതുപോലെ തന്നെ ഗോതമ്പ് ചോറൊക്കെ അവിടെ വിതരണം ചെയ്യുന്നുണ്ട്. നമ്മൾ ഗുരുവായൂർ അവിടെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഏറ്റവും നല്ലതാണ് ഗുരുവായൂർ പോയി ഏകാദശി വ്രതം എടുക്കുന്നത്. നമുക്ക് ഇത്രയും ദൂരം കിടക്കുന്നതുകൊണ്ട് നമുക്ക് എല്ലാ ഏകാദശിക്കൊന്നും അവിടെ പോകാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ കൊല്ലം ജില്ലയിലാണ് ഞാൻ താമസിക്കുന്നത്. നമ്മളിപ്പോൾ കൊല്ലം ജില്ലയിൽ നിന്ന് ഗുരുവായൂരൊക്കെ പണ്ട് പോകുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഗൾഫിൽ പോകുന്ന കണക്ക് എല്ലാവരോടും പറഞ്ഞിട്ടായിരുന്നു പണ്ടൊക്കെ. എൻ്റെ കൊച്ചുനാളിലൊക്കെ ഞങ്ങൾ ഗുരുവായൂർ പോകുന്നതെന്ന് പറഞ്ഞു. ഗുരുവായൂർ പോകുന്ന ഒരു മാസം മുമ്പേ അങ്ങ് തയ്യാറെടുപ്പാണ് ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നെങ്കിൽ. അത് വർഷത്തിലോ 3-4 വർഷം കൂടുമ്പോഴൊക്കെയാണ് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ടുള്ളത്. ഇപ്പം പിന്നെയും 2-3 മാസം കൂടുമ്പോഴെങ്കിലും ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നുണ്ട്. ഇപ്പം നമുക്ക് വാഹന സൗകര്യവും അതേപോലെ ട്രെയിൻ സൗകര്യവും ഒക്കെ ഉള്ളതുകൊണ്ടും പിന്നീട് നമുക്ക് തനിയെ പോകാനും അല്ലെങ്കിൽ ഒരാളോട് കൂട്ടുണ്ടെങ്കിൽ പോകാനും ഒക്കെ ഉള്ളൊരു ധൈര്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത്രയും ദൂരമാണെങ്കിലും നമ്മൾ പോയിട്ട് വരുന്നുണ്ട്. പക്ഷേ നമ്മുടെയൊക്കെ കൊച്ചുനാളിലൊക്കെ ഗുരുവായൂർ പോകുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു എല്ലാവരോടും പോയി പറഞ്ഞ് ഗുരുവായൂർ പോകുക എന്ന് പറഞ്ഞ് അവിടുന്ന് ദക്ഷിണയൊക്കെ വാങ്ങിച്ച്, അതേപോലെ ഗുരുവായൂർ അമ്പലത്തിൽ വഴിപാടിനുള്ള പൈസയൊക്കെ ഓരോരുത്തർ തന്നു വിടും. അതുപോലെ ലോക്കറ്റ് വാങ്ങിക്കാൻ, ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റ്, മോതിരം, അതൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. അങ്ങനെ അവിടെ പോയി അതൊക്കെ കൊണ്ടുവന്ന് ആരെങ്കിലും തരുന്നതോ വലിയ സന്തോഷം, പിന്നെ നമ്മളെ പോയി വാങ്ങിച്ച് ആൾക്കാർക്ക് കൊടുക്കുന്നതും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ ഗുരുവായൂർ അമ്പലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിട്ടായിരുന്നു അന്നത്തെ എൻ്റെ കുഞ്ഞുനാളിലൊക്കെ. അത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ ഒരുപാട് പോകുന്നുണ്ട്. പിന്നെ ഗുരുവായൂരിൽ ഒരുപാട് അനുഭവങ്ങളും എല്ലാവർക്കും ഉണ്ട്. അത് എനിക്ക് മാത്രമല്ല, ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള അനുഭവങ്ങളായിരിക്കും. എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരനുഭവം ഇന്ന് പറയാം. എനിക്ക് 2 മക്കളാണ്, ഒരു മോനും ഒരു മോളും. അതിൽ മോളാണ് മൂത്തത്, മോൻ ഇളയത്. അപ്പോഴും മോന് ചോറൂണ് ഗുരുവായൂർ വെച്ചായിരുന്നു. അപ്പോൾ ഗുരുവായൂർ ഞങ്ങളിതുപോലെ രാവിലെയാണ് ഇവിടുന്ന് പോകുന്നത്. ഒരുപാട് യാത്ര ചെയ്ത് അവിടെ ചെന്ന് റൂമൊക്കെ എടുത്തു. കൊച്ചിന് ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ തുലാഭാരം നേർന്നിട്ടുണ്ടായിരുന്നു. തുലാഭാരം നേർന്നപ്പം അവിടെ തുലാഭാര കൗണ്ടറിൽ അവിടെ ചെന്നപ്പോൾ ഭയങ്കര ആൾത്തിരക്കും ബഹളവും. അതുപോലെ ഈ കുട്ടികൾ രണ്ടും കുഞ്ഞുങ്ങളായതുകൊണ്ട് രണ്ടുപേരും ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിട്ട്. അപ്പോഴും പറഞ്ഞ് എന്നാൽ നമുക്ക് പിന്നെ ഒരു ദിവസം വന്ന് തുലാഭാരം തൂക്കാം. ഗുരുവായൂർ അന്നും തിരക്കാം, ഇപ്പോഴും തിരക്കാം, എന്നും തിരക്കാണല്ലോ. അതുകൊണ്ട് പിന്നെ ഒരു ദിവസം വന്ന് തുലാഭാരം തൂക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുന്നു. പിന്നെ കുറച്ച് വർഷങ്ങൾ 2-3 വർഷം കഴിഞ്ഞിട്ടും ഇവനെ പിന്നെ 1-2 വട്ടം നമ്മൾ ഈ ടൂറിൽ ഈ പളനി പോകുന്ന വഴിക്കൊക്കെ ഗുരുവായൂർ പോയിട്ടുണ്ട്. എങ്കിലും അവിടെ ഇറങ്ങി അന്നേരം തുലാഭാരം തൂക്കാനുള്ള ഒരു സാഹചര്യം ഒന്നും പറ്റിയിട്ടില്ല. അങ്ങനെ 2 വയസ്സ് 3 വയസ്സോളം ആയി അവന് തുലാഭാരം തൂക്കാൻ പറ്റിയില്ല. അപ്പോഴിങ്ങനെ ഞങ്ങൾ അതിങ്ങനെ പെൻഡിങ്ങിൽ കിടക്കുക ആ നേർച്ച. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങൾ നാത്തൂന് ബാങ്കിലാണ് ജോലി. അവർ തൃശ്ശൂർ, അവർക്ക് സ്ഥലമാറ്റം കിട്ടി തൃശ്ശൂർ വന്നു. അപ്പോഴും ഞങ്ങളെല്ലാവരും കൂടെ അവരുടെ വീട്ടിലോട്ട് ഒരു ദിവസം പോയി.
അവിടെ ചെന്ന് കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ വിചാരിച്ചു ഗുരുവായൂർ കയറി ഇവൻ്റെ തുലാഭാരം കൂടെ തൂക്കാം. മോൻ്റെ തുലാഭാരം നേർച്ച കിടപ്പുണ്ടല്ലോ, അതും കൂടെ തൂക്കാമെന്ന് കരുതി ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് ഗുരുവായൂർ ഇറങ്ങി തൊഴുതെല്ലാം കഴിഞ്ഞ് ഭയങ്കര തിരക്ക്, അന്നും തിരക്കാണ്. അപ്പോഴത്തേക്ക് പോയിട്ട് തുലാഭാരത്തിൻ്റെ റെസിപ്റ്റ് എടുത്തു. ഞാനും മോനും കൂടെ അമ്മയും മകനെയും മാത്രം അവർ കയറ്റി വിട്ടു. ഇപ്പോഴും ആ തുലാഭാരം നടക്കുന്ന ആ എഴി കെട്ടിയ സ്ഥലത്ത് വെച്ച് തന്നെയാണ് ഇപ്പോഴും ഞാൻ ആ തുലാഭാര കൗണ്ടർ കാണുമ്പോഴെല്ലാം ഇപ്പോഴും ഓർക്കും. ആ മാനേജരൊക്കെ ഇരിക്കുന്ന ആ സ്ഥലത്തായിരുന്നു അന്ന് തുലാഭാരം നടക്കുന്ന സ്ഥലം. ഇപ്പോഴും അതിൻ്റെ സൈഡിൽ തുലാഭാരം ഇപ്പോഴും നടക്കുന്നുണ്ട്. അങ്ങനെ അവിടെ കയറി നിൽക്കുകയാണ്. അപ്പോഴും മോള് ഭയങ്കര കുസൃതിക്കാരിയാണ് എൻ്റെ മോള്. അവൾ ഉടനെ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയൊക്കെ കൈവിട്ട് ഓടി എൻ്റെ അടുത്ത് വന്ന് നിന്നു. അപ്പോൾ ഞാനും മോളും ഇങ്ങനെ നിൽക്കുവാണ്. ഒരുപാട് ജനങ്ങളും നിൽക്കും, ഒരുപാട് ആൾ. അപ്പോഴത്തേക്കിനും എൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, ഇനി മതി, ഇന്ന് ഇത്രയും തിരക്കല്ലേ, ഇനി പിന്നെ ഒരു ദിവസം നടത്താം, നീ പോരെ, കുട്ടിയെ കൊണ്ട് ഒത്തിരി നേരം കൊണ്ട് നിൽക്കുകയല്ലേ, ക്ഷീണിക്കുന്ന, ഇനി ഒരു ദിവസം നടത്താൻ പോരെ എന്ന് പറയുന്നുണ്ട്. അപ്പോഴും എനിക്കാണെങ്കിൽ ഇനി ഇപ്രാവശ്യവും അവൻ്റെ തുലാഭാരം നടത്താൻ പറ്റത്തില്ലല്ലോ ദൈവമേ എന്നൊക്കെ കൃഷ്ണനോട് കരഞ്ഞ് പറയുക, ഇന്നെങ്കിലും ഒക്കെ നടത്തിയാൽ മതിയായിരുന്നു. അന്നേരം നമ്മളൊരു വണ്ടി വിളിച്ചാണ് ഇവിടുന്ന് പോയിട്ടുള്ളത്. അപ്പോൾ ആ ഡ്രൈവർക്കാണെങ്കിൽ ഇവിടെ വന്നിട്ട് പിറ്റേ ദിവസം വേറെ ഒരു ഓട്ടത്തിന് എന്തോ പോവുകയും വേണം. അന്നേരം അയാൾക്കും വിഷമം, ഇത്രയും നേരം ക്യൂ നിൽക്കുമ്പോഴത്തേന് അയാൾക്ക് സമയം പോവില്ലേ, നമ്മൾ ഗുരുവായൂരിൽ നിന്ന് പിന്നെ കൊല്ലം വരെ ഓടി എത്തണ്ടേ. അങ്ങനെ പല ടെൻഷനുകളിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു കൗണ്ടറിൽ ഇരുന്ന വേറൊരാൾ, അവിടുത്തെ ഒരു ജീവനക്കാരൻ വന്നിട്ട് പറഞ്ഞു, എൻ്റെ കൂടെ പറഞ്ഞു, ഇതോ അപ്പുറത്തെ സൈഡിൽ വേറൊരു കൗണ്ടർ തുറന്നിട്ടുണ്ട്, ഇയാൾ കുട്ടിയെ കൊണ്ട് ആ സൈഡിൽ പോയി നിൽക്കുമെന്ന് പറഞ്ഞു. നമ്മളിവിടെ ഒരു മണിക്കൂർ കൊണ്ട് ക്യൂ നിൽക്കുക. പെട്ടെന്ന് അയാൾ വന്ന് പറഞ്ഞു, നിങ്ങൾ അന്നേരം പുറത്തുനിന്ന് എന്നെ ഒരുപാട് പേര് ഇങ്ങനെ നിർബന്ധിക്കുന്നുണ്ട്, വാ മതി, നീ പിന്നൊരു ദിവസം വന്ന് ചെയ്യാൻ, നീ പോരെ എന്ന് പറയുന്നുമുണ്ട്. എനിക്കൊട്ടും മനസ്സുമില്ല, ഇവനെ എടുത്തിട്ടുമുണ്ട്. ഇവനോ നല്ല വെയിറ്റൊക്കെ ഉള്ളൊരു പയ്യനാണ്, അവനെ എടുത്തോണ്ട് നിൽക്കാനും ബുദ്ധിമുട്ടാണ്, എന്നാലും എടുത്തോണ്ട് നിൽക്കുക. അപ്പോഴത്തേന് അയാൾ വന്ന് പറയുന്നുണ്ട്, തൊട്ടപ്പുറത്തൊരു കൗണ്ടർ കൂടെ തുറന്നു, അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോകാൻ പറയുന്നുണ്ട്. പെട്ടെന്ന് ഞങ്ങൾ അങ്ങോട്ട് പോകും. അവിടെ ചെല്ലുമ്പോൾ രണ്ടാമത്തെ ആൾ ഞാനാണ്. അത്രയ്ക്ക് അടുത്ത് കിട്ടി. അന്ന് ഭഗവാൻ എൻ്റെ ആ പ്രാർത്ഥന കേട്ടല്ലോ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ കണ്ടു. അങ്ങനെ ഞാൻ അവിടെ കയറി രണ്ടാമത് അവനെ എളുപ്പം അവർ ഇത് തോർത്തൊക്കെ വിരിച്ച് പട്ടൊക്കെ വിരിച്ച് ഇരുത്തി പഴത്തിലോ കദളിപ്പഴത്തിലായിരുന്നു തുലാഭാരം തൂക്കി ഇവനെ ഇങ്ങനെ ഇറക്കി. അന്നേരം ഇവനെ എടുക്കാൻ വേണ്ടി ഞാൻ കുനിഞ്ഞ് ഇവനെ എടുത്തു. ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ ഉണ്ട് എൻ്റെ മോള് അതേ ആ തുലാഭാരത്തട്ടി കയറി അങ്ങിരുന്നു. തുലാഭാരത്തട്ടി കയറി അയാൾ പഴമൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞതിന് ശേഷം അടുത്തതായിട്ട് മോള് കയറി അങ്ങ് ഇരുന്നു. രണ്ട് കൈയും ആ ഊഞ്ഞാലി പിടിച്ച് ഇങ്ങനെ ഇരിക്കുക. അയ്യോ, അപ്പോഴും നമ്മൾ റെസിപ്റ്റ് എഴുതിയിട്ടില്ലല്ലോ. അപ്പോഴത്തേന് അയാൾ ചോദിക്കുന്നുണ്ട്, എവിടെ റെസിപ്റ്റ് തരൂ കുട്ടിയുടെ റെസിപ്റ്റ്. അപ്പോഴും ഞാൻ പറയുന്നുണ്ട്, ഈ കുട്ടിക്ക് തുലാഭാരം ഇല്ല, ഇവന് മാത്രമേ ഉള്ളായിരുന്നു, ഇത് അവൻ്റെ ചേച്ചിയാണ്, അവൾ അറിയാതെ കയറി. രണ്ടുപേരും അധികം പ്രായമില്ല, രണ്ടുപേരും കൂടെ ഒരു 1.5 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ എവള് കയറി ഇരിക്കുന്നത് ഞാനും കണ്ടില്ല. ഞാൻ ഇവനെ എടുത്ത് റെസിപ്റ്റ് കൊടുക്കുന്നതിൻ്റെയൊക്കെ ആ കാര്യം കൊണ്ട് നോക്കിയിരിക്കുക. അത് വേറെ ആരും നമ്മുടെ കൂടെ കയറത്തില്ലല്ലോ, അമ്മയും കുഞ്ഞും മാത്രമേ കയറാനും പറ്റുള്ളൂ. ഇവള് കയറി അതിലിങ്ങനെ പിടിച്ചിരിക്കുക. ഉടനെ ഞാൻ പറയാം, ഈ കുട്ടിക്ക് തുലാഭാരം ഇല്ല കേട്ടോ, ഇനി ഇറക്കിയാലോ. അപ്പോഴും അയാൾ പറഞ്ഞു, ഇല്ല തുലാഭാരത്തൊട്ട് കയറിയാൽ പിന്നെ കുട്ടിയെ ഇറക്കാൻ പാടില്ല, ദോഷമാണ്, കുട്ടിക്ക് ആയുസ്സിന് ദോഷം ഉണ്ടാവും, അതുകൊണ്ട് നിങ്ങൾ തുലാഭാരം തൂക്കിയേ പറ്റുള്ളൂ. അപ്പോഴും ഞാൻ പറഞ്ഞു, അയ്യോ അതിന് റെസിപ്റ്റ് എടുത്തിട്ടില്ല. അത് സാരമില്ല, ഇനിയിപ്പോൾ എന്ത്. അന്നേരം ജനങ്ങളിങ്ങനെ നിൽക്കുക തുലാഭാരം തൂക്കാൻ. എന്നിട്ട് ഇടയ്ക്കാണ് ഈ ബഹളം. ഉടനെ അയാൾ പെട്ടെന്ന് 2 കൊല എടുത്ത് അതിനകത്ത് വെച്ച് 2 ആട്ടൊക്കെ ആട്ടി എവളെ ഇനി ഇറക്കി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ പറഞ്ഞ റെസിപ്റ്റ് എടുത്തില്ല. അത് സാരമില്ല, ഇത് ഇത്ര കിലോ ഉണ്ട്, നിങ്ങൾ പെട്ടെന്ന് പോയൊരു അവിടെ പോയി പൈസ അടച്ച് റെസിപ്റ്റ് കൊണ്ട് തന്നാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ എവളെ ഇറക്കി തിരിച്ചു വരുന്ന വഴി അപ്പോഴും ഞാൻ ആലോചിക്കും, ഭഗവാനെ ഒരാളെ തുലാഭാരം തൂക്കാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര നാളുകൊണ്ട് ആശിച്ച് എവനെ തുലാഭാരം തൂക്കാൻ ഇവിടെ വന്ന് ഇത്രയും തിരക്ക് കണ്ട് തിരിച്ചു പോകാൻ തുടങ്ങി എന്നെ പെട്ടെന്ന് രണ്ടാമത്തെ ക്യൂവിൽ കയറി നിൽക്കാൻ പറഞ്ഞ് പെട്ടെന്ന് കൊണ്ടുപോയി തൂക്കി കഴിഞ്ഞപ്പോൾ ഉണ്ട് എവളും കൂടെ കയറി. അന്നേരം ഭഗവാന്റെ വിചാരം എന്താ, നീ ഒരാളെ മാത്രം തൂക്കണ്ട, 2 പേരെയും തൂക്കിയിട്ട് പോയാൽ മതി എന്നാണ്. അപ്പോഴും എനിക്ക് ഈ കൊച്ചിനോട് ദേഷ്യം വരുന്നുണ്ട്, ഇവൾക്ക് വല്ല ആവശ്യമുണ്ട് അതിൽ കയറി ഇരിക്കേണ്ടതെന്ന് എൻ്റെ മനസ്സിൽ തോന്നി. എനിക്ക് ദോഷമായിട്ടാണ് തോന്നിയത് കേട്ടോ, കുട്ടി കയറി ഇരുന്നത് ദോഷമാണോ എന്നുള്ളതായിരുന്നു എൻ്റെ ചിന്ത വന്നത്. അപ്പോഴും അങ്ങേര് പറയുന്നത് അതല്ല, കുട്ടി തുലാഭാരത്തട്ടി കയറി ഇരുന്നതുകൊണ്ട് നിങ്ങൾ തൂക്കിയേ പറ്റൂ. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തൂക്കണമെന്ന് പറഞ്ഞ് എൻ്റെ ഈ കൺഫ്യൂഷനും ഒരു അന്താളിപ്പും കണ്ടുകൊണ്ട് അയാൾ പെട്ടെന്നൊരു 2 കൊല എടുത്ത് വെച്ചപ്പോൾ അവൾക്ക് അത്രയ്ക്കുള്ള വെയിറ്റേ ഉള്ളൂ, തൂക്കി അവളെ ഇറക്കി അത് കുറിച്ച് തന്നു. പിന്നെ ഞാൻ വെളിയിൽ വന്നു അച്ഛനോട് പറഞ്ഞു. പിന്നെ അച്ഛൻ പോയി വീണ്ടും റെസിപ്റ്റ് എഴുതി. അത് കഴിഞ്ഞ് ആ റെസിപ്റ്റിൻ്റെ പൈസ അടച്ചിട്ട് ആ റെസിപ്റ്റ് കൊണ്ടുവന്ന് വീണ്ടും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട്
പിന്നെ തൊഴുതിട്ടൊക്കെയാണ് വന്നത്. അപ്പോൾ എന്തായാലും സമയം പോയി ഒരുപാട്. എന്നാലും ഞാൻ വിചാരിച്ച കാര്യം അതാണ് അവിടുത്തെ ഒരു ഗുരുവായൂരിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മളൊന്ന് വിചാരിക്കും മറ്റൊന്ന് അവിടെ നടക്കും. നമ്മൾ വിചാരിക്കുന്ന പ്ലാനേ അവിടെ നടക്കത്തില്ല. നമ്മൾ ഇന്ന് എളുപ്പം തൊഴുതു വരണമെന്ന് വിചാരിച്ച് നമ്മളൊന്ന് പോയി നോക്ക്, ഒരിക്കലും തൊഴുകാൻ പറ്റത്തില്ല. അവിടെ നിന്ന് ഇരുന്ന് നമ്മുടെ ഭയങ്കര ക്യൂ ആയിരിക്കും. 6-7 മണിക്കൂർ ഇരുന്നാൽ പോലും നമുക്ക് തൊഴുകാൻ പറ്റത്തില്ല. അതേസമയം നമ്മൾ പെട്ടെന്ന് തൊഴുത് ഇന്ന് ഒത്തിരി സമയം അവിടെ ഇരുന്ന് തൊഴുകേണ്ടി വരും എന്ന് വിചാരിച്ച് പോകും. ചിലപ്പം പെട്ടെന്ന് തൊഴുത് ഇറങ്ങേണ്ടി വരും. ഒരിക്കലും അതേപോലെ ഞങ്ങൾ ഇന്ന് എത്ര സമയം ഇനി കയറി ഇരിക്കേണ്ടി വരും. എല്ലാ പ്രാവശ്യം പോകുമ്പോഴും ഇതുപോലെ 3-4 മണിക്കൂർ ഇരിക്കണമല്ലോ. അങ്ങനെ നമ്മൾ കയറി അവിടെ ഇരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് തുറന്നു വിട്ട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഒരിക്കൽ പെട്ടെന്ന് തൊഴുത് നമ്മൾ അവിടെ ഇരുന്ന ഉടനെ തന്നെ പടപടാന്ന് തുറന്നു വിട്ടു അകത്ത് കയറിയിട്ട് നമ്മളെ ആ ശ്രീകോവിലിൻ്റെ മുമ്പിൽ കൂടെ തൊഴുവിച്ചു വിട്ടു. ഞാനത് അങ്ങനെ ഒരു പ്രാവശ്യം തൊഴുതിട്ടുള്ളൂ. അല്ലാത്ത പ്രാവശ്യമൊക്കെ നമ്മളതിനെ ഉള്ളിലോട്ട് കയറിയിട്ട് നാലമ്പലത്തിന് ആ ഉള്ളിൽ കയറിയ ഇങ്ങനെ 2 സൈഡിൽ കൂടെ തൊഴുത് നമ്മളെ അങ്ങ് വീട് അകത്തോട്ട് കയറ്റി കഴിഞ്ഞാൽ പിന്നെ അവരൊരു സൈഡിൽ കൂടെ പെട്ടെന്ന് മാറുമെന്ന് പറഞ്ഞങ്ങ് തൊഴുത് ഇറക്കി വിടുന്നതല്ലേ പതിവ്. പക്ഷേ ഞാൻ ഒരു പ്രാവശ്യം മാത്രം നമ്മളെ അതിലേ പോയി ശ്രീകോവിലിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഭഗവാന്റെ അടുത്തൂടെ തൊഴുവാൻ പറ്റിയെന്നുള്ളതാണ്. അതും ഇതുപോലെ ഒരു പ്രാവശ്യം പെട്ടെന്ന് പോയി തൊഴുത് നമുക്ക് ഇറങ്ങാനും പറ്റി ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം പിന്നെ കൊല്ലത്തു നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ എല്ലാ മാസവും തൊഴുവാനായിട്ട് പോകുന്നുണ്ട്. എല്ലാ മാസവും നമുക്ക് ഇവിടുന്ന് ട്രെയിനുണ്ട്, അതിൽ പോയി തൊഴുത് വരുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് ഇപ്പം. പണ്ടൊക്കെ അങ്ങനെയല്ല, ഗുരുവായൂർ പോകുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷവും പിന്നെ ഇപ്പോഴും പോകുന്നത് വലിയ സന്തോഷമാണ്. അവിടെ പോയി എത്ര നേരം ഇരുന്നാലും വരാനും തോന്നത്തില്ല. എനിക്കാണെങ്കിൽ എപ്പോഴായാലും പോയിട്ട് ഉടനെ ഓടി വരുന്നത് ഇഷ്ടമേ അല്ല. ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ 1 ദിവസമോ 2 ദിവസമെങ്കിലും അവിടെ താമസിച്ച് എല്ലാ പൂജകളിലും ഒക്കെ കണ്ട് വൈകിട്ടത്തെ ശിവേലിയും കണ്ട് അന്നദാനവും കഴിച്ച് ഭഗവാനെ ഇത്തിരി മതിവരുവോളം തൊഴുത് നാമമൊക്കെ ചൊല്ലി വരുന്നതാണ് എൻ്റെ സന്തോഷം. പക്ഷേ ഈ മാസം തോറും തൊഴുവാൻ പോകുന്ന ആൾക്കാരോടെ പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പോവുക, ശിവേലിയുടെ സമയത്ത് കയറി നിന്നിട്ട് നമ്മൾ തൊഴുതിട്ട് പെട്ടെന്ന് തിരിച്ചിറങ്ങി തൃശ്ശൂർ ഇറങ്ങി അടുത്ത ട്രെയിനിൽ കയറി ഇങ്ങനെ കൊല്ലത്തെത്തുക എന്നുള്ള ധൃതി പിടിച്ചാണ് പോകുന്നത്. അല്ല, എനിക്ക് അങ്ങനെ പോകുന്നതിനേക്കാളും ഞാൻ ചിലപ്പോൾ ചെയ്യുന്നത് 2-3 മാസം കൂടി പോയാലും ഒരു ദിവസം അവിടെ താമസിച്ച് എല്ലാ പൂജയും തൊഴുത് അതുപോലെ മമ്മിയൂർ പോയി തൊഴുത് എല്ലാം കഴിഞ്ഞ് നമുക്കൊരു സമാധാനത്തോടു കൂടി തൊഴുത് വരാനാണ് അങ്ങനെ പോകുന്നതാണ് എനിക്ക് ഗുരുവായൂർ പോകുന്നത് ഏറ്റവും ഇഷ്ടം. അങ്ങനെയാണ് ഞാൻ പോകാൻ ശ്രമിക്കാറുള്ളത്. പിന്നെ കിട്ടുന്ന ചാൻസ് ഒന്നും കളയാറില്ല. ആര് ഗുരുവായൂരപ്പൻ വിളിച്ചാലും അപ്പോഴേ പോകും. എത്ര പോയാലും മതി വരാത്ത ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ഗുരുവായൂരപ്പൻ്റെ അടുത്താണ്. അങ്ങനെ എനിക്ക് ഒരു അനുഭവം ഉണ്ടായത്. ഇതും എനിക്ക് മറക്കാനാവാത്തൊരനുഭവമാണ്. ഇത് ഒരാളെ തുലാഭാരം തൂക്കാൻ വേണ്ടി പോയ ഞാൻ 2 പേരും തുലാഭാരം തൂക്കി എന്നെ ഭഗവാൻ വിളിച്ചിറക്കി എന്നുള്ളത് കൊണ്ട് ഒരു ഭയങ്കര സന്തോഷം ചിലപ്പം തോന്നും, ചിലപ്പോൾ ഒരു അതിശയമായിട്ടും തോന്നാറുണ്ട്. പക്ഷെ അത്രത്തോളം ഞാൻ അവിടെ നിന്ന് വിഷമിച്ചു കേട്ടോ. ഇപ്രാവശ്യം ഇവനെ തൂക്കാൻ പറ്റില്ല. അപ്പോഴത്തേന് ഒരു ചോറൂണിന് തുലാഭാരം തൂക്കേണ്ടതിന് 3 വയസ്സോളം ആയി. ഇവക്കൊരു 4-4.5 വയസ്സ് കഷ്ടിച്ച് കാണും. ആ സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. അങ്ങനെ ഭഗവാൻ എന്നെ അങ്ങനെ ഒരു പരീക്ഷണം തന്നിട്ടുണ്ട്. അതൊരു സന്തോഷത്തോടുള്ളൊരു പരീക്ഷണമായിട്ട് അന്നേരം ഒരു വിഷമം വെപ്രാളമൊക്കെ തോന്നിയെങ്കിലും പിന്നെ ഇപ്പോൾ ഓർക്കുമ്പോൾ അത് ഭയങ്കര സന്തോഷത്തോടുള്ളൊരു പരീക്ഷണമായിട്ടാണ് തോന്നിയത്. ഇതിപ്പം എനിക്ക് ഇത്രയും സന്തോഷത്തോടെ ഞാനിത് പറയുമ്പോൾ കൃഷ്ണഭക്തരായിട്ടുള്ള ആൾക്കാർക്ക് അതിൻ്റെ ഒരു സന്തോഷം മനസ്സിലാവുകയുള്ളൂ. അല്ലാത്തവർക്ക് ഇത് കേൾക്കുമ്പോൾ ഇതെന്ന് പറയുന്നതിലെന്തോ ഇത്ര അതിശയമെന്ന് തോന്നുന്നവരും ഉണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് ഇതിപ്പോൾ പറയുമ്പോഴും സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടും എൻ്റെ കണ്ണ് നിറയും. അതെന്താണെന്ന് അറിയത്തില്ല, അത്രയ്ക്ക് എനിക്ക് മനസ്സിൽ തട്ടിയ കാര്യങ്ങളാണ്. ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരനുഭവം ഇന്ന് വൈകുണ്ഠ ഏകാദശിയൊക്കെ ആയതുകൊണ്ട് നിങ്ങളോട് പങ്കുവെച്ചെന്നേ ഉള്ളൂ. അങ്ങനെ കൃഷ്ണൻ്റെ കഥകളും കൃഷ്ണൻ്റെ നാമങ്ങളും ഒക്കെ ചൊല്ലാനുള്ള അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ തൽക്കാലം നിർത്തുന്നു. മറ്റൊരു അനുഭവങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും കാണാം. ബൈ.